അപ്പൊ നമ്മളെ പെങ്ങളുടെ വീട്ടിൽ വന്നതാണ്. അപ്പൊ അവൾക്ക് ഇതാണ് ഞങ്ങളെ പെങ്ങള് ഷാനിമോൾക്ക് സ്വന്തമായി കോഴി ഫാം ഉണ്ട്. അപ്പൊ നമ്മളിവിടെ കയറി എല്ലാം ഒന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഷാനി കോഴികളെ ശുശ്രൂഷിക്കാനൊക്കെ ആയിട്ട് ഇവിടെ വന്നതാണ്. അപ്പൊ ഞങ്ങൾ ഒരുമിച്ച് വന്നു വീഡിയോ എടുക്കാനായിട്ട്. അപ്പൊ എന്തൊക്കെയാ ഇവിടെ ചെയ്യുന്നതെന്നുള്ളതൊക്കെ ഷാനി പറഞ്ഞുതരും. നമുക്കതേ കുറിച്ച് അറിയത്തില്ലാത്തതുകൊണ്ട് ഷാനി എല്ലാം പറഞ്ഞു തരുന്നതായിരിക്കും. നമ്മളിതിവിടെ കമ്മീഷൻ വ്യവസ്ഥ അല്ല ചെയ്യുന്നത്. അവര് കോഴി കുഞ്ഞിനെ ഇറക്കി തരും. ഒരു ദിവസം പ്രായമായ കുഞ്ഞിനെയാണ് അവർ ഇറക്കി തരുന്നത്. അത് പിന്നെ ഫീഡ് മെഡിസിന് എല്ലാം അവർ കൊണ്ടുതരും. അത് നമ്മൾ വളർത്തി കൊടുക്കുന്നതിന് നമുക്ക് 1 കിലോയ്ക്ക് മിനിമം 6.5 രൂപ വെച്ചിട്ടാണ് തരുന്നത്. പിന്നെ അതിൻ്റെ ഫീഡ് അവർ കഴിച്ചതിൻ്റെയും അവർക്ക് ചിലവാകുന്ന കോസ്റ്റും കണക്കാക്കിയിട്ട് അതിൻ്റെ ഒരു പ്രോഫിറ്റും കൂടെ തരും. അത് നമുക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഒരു കണക്കുണ്ട്. അതിന് ഇത്ര വെയിറ്റുള്ള കോഴികൾ ഇത്ര ഫീഡ് കഴിക്കാൻ പാടുള്ളൂ എന്നുണ്ട്. ഒരു കോഴിക്ക് 90 രൂപേൻ്റെ ഉള്ളിലാണ് നിൽക്കുന്നതെങ്കിൽ നമുക്ക് അവരുടെ ഒരു പ്രോഫിറ്റിൻ്റെ ഒരു പെർസെൻറ്റേജും കൂടെ തരും. അങ്ങനെ 8-9 രൂപ വരെ മേടിക്കുന്നവരുണ്ടെന്ന് പറയുന്നു. ഏതായാലും മിനിമം 6.5 കിട്ടും. അതനുസരിച്ച് കോഴിക്ക് നല്ല വലിപ്പവും അവര് പിന്നെ ഫീഡൊന്നും വേസ്റ്റ് ആക്കാതെ മര്യാദയ്ക്കൊക്കെ കഴിച്ചേക്കുന്നെങ്കിൽ അവരുടെ കണക്കിനുള്ള തീറ്റയെ കഴിച്ചിട്ടുള്ളൂ എങ്കിൽ അതിന്റെ ഒരു ഇതും കൂടെ കിട്ടും. അങ്ങനെ കിട്ടും. അപ്പൊ അവര് കോഴിക്കുഞ്ഞിനെ ഇറക്കി തരും, മെഡിസിനും ഇറക്കി തരും, ഫീഡും നമ്മുടെ കൊണ്ടുവരും. ഇവിടെ തന്നെ കൊണ്ടുതരും. ഫാമിൽ തന്നെ അവര് വന്ന് എല്ലാം കൊണ്ടുതരും. പിന്നെ നമ്മൾ നോക്കി അവര് സൂപ്പർവൈസേഴ്സ് വരും. അവര് വന്ന് നോക്കിയിട്ട് എന്തെങ്കിലും നമുക്ക് ചെയ്യാനുണ്ടെങ്കിൽ അതെല്ലാം പറഞ്ഞു തരും. പിന്നെ ഓരോ സമയത്ത് കൊടുക്കേണ്ട മെഡിസിൻസിന്റെ കാര്യങ്ങളുടെ എല്ലാം അവർ തന്നെ പറഞ്ഞു തരും. ഇന്ന ദിവസം ഇന്നത് ഒക്കെ കൊടുക്കുക. പിന്നെ നമ്മൾ കുറച്ച് ആദ്യമൊക്കെ നമുക്ക് പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ കൊടുത്ത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഇന്ന മെഡിസിൻ ഇന്നത് ആകുമെന്നുള്ളത് നമുക്കറിയാം. അപ്പൊ ഇത് ഒരു പ്രാവശ്യം അവര് കൊണ്ടുവരുന്ന എത്ര എണ്ണം കുഞ്ഞുങ്ങളെ കൊണ്ടുവരുന്നത്? നമുക്ക് ഈ ഫാമിൽ 2000 ഫാമാണ്. അപ്പം അതനുസരിച്ചുള്ള അവര് അത് കൊണ്ടുവരും. ഒരു ദിവസം പ്രായമായ കുഞ്ഞുങ്ങളെ കൊണ്ടുവരും. ഇവര് കൊണ്ടുവരുമ്പോ രാത്രിക്കേ കൊണ്ടുവരുള്ളൂ. പകല് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് ചൂട് പ്രശ്നമാകുന്നതുകൊണ്ട് രാത്രിക്ക് കൊണ്ടുവന്ന് ചിലപ്പം 12 ചിലപ്പം വെളുപ്പിനെ ആകും കൊണ്ടുവരുമ്പോ. രാത്രിക്കായിരിക്കും എന്നും കുഞ്ഞുങ്ങളെ കൊണ്ടുവരുന്നത് രാത്രിക്ക് മാത്രമേ കൊണ്ടുവരുള്ളൂ. അപ്പം അന്ന് കൊണ്ടുവരുമ്പോൾ നമ്മൾ ആ സൈഡിലാണ് അവർക്കുള്ള കൂട് സെറ്റ് ചെയ്യുന്നത്. അപ്പൊ അവിടെ ബ്രൂഡർ എന്ന് പറയും. അതിന്റെ ഉള്ളിലെല്ലാം 5 ബ്രൂഡർ ഉണ്ട്. 5 ബ്രൂഡറിനുള്ളില് പിന്നെ 6 ബൾബ് വീതം 6 ബൾബ് വീതം സെറ്റ് ചെയ്തിട്ടുണ്ട്. 10 ദിവസത്തേക്ക് നിർബന്ധമായിട്ടും നിങ്ങൾക്ക് ചൂട് കൊടുക്കണം. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. 10 ദിവസം അപ്പം ഈ ഗ്രീൻ സൈഡിലുള്ള ഷീറ്റ് എല്ലാം 10 ദിവസത്തിലേക്ക് ഫുള്ള് ക്ലോസ് കവർ ചെയ്തിടും. അന്നേരം അതിന്റെ ഉള്ളിലുണ്ട് അവര് നിൽക്കുന്ന അത്രയും ഭാഗത്തേക്ക് അവിടെ ഉള്ളിലും ഷീറ്റ് താത്തിയിട്ട് കുറച്ച് സ്ഥലം കാണുള്ളൂ. ആദ്യമേ കൊണ്ടുവരുമ്പോൾ ഒരു റൗണ്ടിലാണ് വെക്കുന്നത്. ഒരു 3 ദിവസം 4 ദിവസം ആകുമ്പോഴത്തേക്കും നമ്മള് സ്ക്വയറിൽ തന്നെ ഈ ലൈറ്റ് താത്തി കൊടുക്കുമോ? ആദ്യമേ ടൈലൈറ്റ് ഈ ഹൈറ്റിലാണ്. എല്ലാവർക്കും ചൂട് കിട്ടും. ആദ്യമേ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ സെറ്റ് ചെയ്യുന്ന കൂടിന്റെ കണക്കാക്കിയിട്ട് ആദ്യമേ റൗണ്ട് തീരെ കുറവായിരിക്കും. കാരണം കുഞ്ഞുങ്ങളെല്ലാം ഒന്നുണ്ടായ കുഞ്ഞുങ്ങളല്ലേ. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ വലുതാകുന്നതനുസരിച്ച് നമ്മൾ കൂടിന്റെ വലിപ്പവും കൂട്ടും. അന്നേരം ഇത് ബ്രൂഡറുകൾ തമ്മിലുള്ള അകലവും കൂട്ടും. ഹൈറ്റ് അധികം നമ്മൾ കൂട്ടാറില്ല. കാരണം എല്ലായിടത്തും കിട്ടുന്ന വിധത്തില് കുറച്ച് ദിവസത്തേക്ക് നല്ലോണം ചൂട് കിട്ടണം. 10 ദിവസത്തിന് പകൽ നല്ല ചൂടുള്ള സമയത്തൊക്കെ ആണെങ്കിൽ ചൂട് വളരെ കൂടുതൽ നമുക്ക് ഉള്ളിൽ കയറുമ്പോൾ തന്നെ അറിയാം നമുക്ക് ഇതിന്റെ ഉള്ളിൽ ചൂട് നിൽക്കുന്നത്. അപ്പൊ ചൂട് അധികമായിട്ട് തോന്നുവാണെങ്കിൽ നമുക്ക് അത് ഓഫ് ചെയ്തിടാം. നല്ല ചൂട് പകൽ സമയത്ത്. രാത്രിക്ക് ചൂട് നിർബന്ധമാണ്. അത് വാങ്ങാനും കറണ്ടോ മറ്റോ പോകുവാണെങ്കിൽ നമ്മൾ അതിന് എന്തെങ്കിലും മറ്റു സംവിധാനങ്ങൾ നോക്കണം. ആദ്യത്തെ തവണ കൊണ്ടുവന്നപ്പോ നല്ല മഴക്കാലത്ത് നമ്മള് ജൂൺ ജൂലൈയിലാണ് കൊണ്ടുവന്നത്. കോഴിക്കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് നിർത്തിയതും കറണ്ട് പോകലായിരുന്നു. അന്ന് നമ്മള് അവിടെ ഒരു വീപ്പ ഇരിക്കുന്നുണ്ടോ, അതിന്റെ ഉള്ളില് കനലും വിറകും വെച്ചിട്ട് കത്തിച്ചിട്ട് ഇതുങ്ങൾക്ക് ചൂട് കൊടുക്കും. കാരണം ഒരുപാട് നേരം ഇതുങ്ങള് ചൂടില്ലാതിരുന്നിട്ടുണ്ട് ചത്തുപോകും. ഇതുങ്ങളുടെ വളർച്ചയ്ക്ക് ഒരു കറക്റ്റ് ഒരു ടെമ്പറേച്ചർ വേണം. ആ 10 ദിവസം കറക്റ്റ് ടെമ്പറേച്ചർ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇതുങ്ങളുടെ വളർച്ച ശരിയാകുള്ളൂ. അത് കഴിയുമ്പോൾ അവർ പറയും ഹാഫായിട്ട് ഗ്രീൻ നെറ്റ് ബുക്ക്. പിന്നെ ഒരു 15 ദിവസം കഴിഞ്ഞാല് 15-20 ദിവസം ആകുമ്പോഴത്തേക്കും പിന്നെ ഗ്രീൻ നെറ്റ് താഴ്ത്തേണ്ട ആവശ്യമില്ല. പിന്നെ വലിയ മഴയൊക്കെ ആണെങ്കിലും ഒക്കെ മാത്രം താഴ്ത്തിയാൽ. ഇപ്പം ഇത് 28 ദിവസമായ കുഞ്ഞുങ്ങളാണ്. ഇപ്പം ഇവർ ഏകദേശം ഒരു 1850 കോഴികളുണ്ട്. അവര് 5.5 ചാക്ക് തീറ്റയാണ് ഒരു ദിവസം കഴിക്കുന്നത്. ഇപ്പൊ അവരുടെ കണക്കനുസരിച്ച് 5.5 ചാക്ക് തീറ്റയാണ് ഇവർക്ക് കൊടുക്കേണ്ടത്. ഇവര് പകല് തീറ്റ കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ കഴിക്കുന്നത് രാത്രിക്കാണ്.
രാത്രിക്ക് ഒരുവിധം കൊടുക്കുന്ന വൈകുന്നേരം ഇട്ട് കൊടുക്കുന്ന രാവിലെ ആകുമ്പോഴത്തേക്ക് ഏകദേശം ഫിനിഷ് കഴിക്കും അല്ലേ? നന്നായിട്ട് കഴിക്കും. അന്നേരം ഒരു ദിവസം എത്ര തവണ നമ്മൾ കൊടുക്കണം? നമ്മൾ വൈകുന്നേരം ഇട്ട് കൊടുക്കും, പിന്നെ രാവിലെ വൈകുന്നേരം കൂടുതൽ ഇട്ട് കൊടുക്കും. ഒരു 5.5 ചാക്ക് 4 ചാക്ക് വൈകുന്നേരം, 1.5 ചാക്ക് രാവിലെ. പിന്നെ ഇത് നമ്മൾ കൊണ്ടുവരുമ്പോ നമ്മള് ബിൽഡിംഗ് കമ്മീഷൻ വ്യവസ്ഥ ചെയ്യുമ്പോൾ നമ്മൾ ബിൽഡിംഗ് സ്വന്തമായിട്ട് ഉണ്ടാക്കണം. ഇത് ആക്കിയപ്പോ ഏകദേശം എത്രയായി അന്നേരം? ഇതിന് 3.5 ലക്ഷം. ഇത് എത്ര സ്ക്വയർ ഫീറ്റ് അന്നേരം ഉള്ളത് ഷാനി? ഇത് 1850 സ്ക്വയർ ഫീറ്റ്. ഒരു കോഴിക്ക് 1 സ്ക്വയർ ഫീറ്റ് എന്ന് കണക്കാണ്. അങ്ങനെയല്ലേ? അത് കണക്കാക്കിയാണ് പറയുന്നത്. നമ്മൾ കൂട് പണിയുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതലും 6 മീറ്റർ വീതിയിലാണ് നിൽക്കുന്നത് നല്ലത്. നീളം എത്രയായാലും കുഴപ്പമില്ല. കാറ്റ് കയറി ഇറങ്ങി പോകാനുള്ള ഇതില് അവർക്ക് എപ്പോഴും നല്ല ശുദ്ധമായ വായു കിട്ടണം. അപ്പൊ കാറ്റ് കയറി ഇറങ്ങി പോകാനായിട്ട് വീതി 6 മീറ്ററിനുള്ളിൽ നിൽക്കുന്നതാണ് നല്ലത്. നമുക്കിവിടെ ഇപ്പം ഇച്ചിരി വീതി കൂടുതലുണ്ട്. അതിന് വെച്ചിട്ട് നമ്മുടെ ആ സ്ഥലത്തിനനുസരിച്ച് നമുക്ക് അത്രയും നീളം കിട്ടുന്നുണ്ടായിരുന്നുള്ളൂ ഇവിടെ. അപ്പൊ നമ്മൾ കുറച്ച് 6 മീറ്ററിനേക്കാൾ കുറച്ച് കൂടി 7 കുറച്ച് കൂടുതലുണ്ട്. അപ്പൊ കൂടുതൽ ഏറ്റവും നല്ലത് പറയുന്നത് 6 മീറ്റർ അല്ലേ? കാറ്റ് കയറി ഇറങ്ങി പോകണം. അപ്പൊ നമ്മൾ ഇതിന്റെ കറണ്ട് ബില്ല് സെപ്പറേറ്റ്, ഇതിന്റെ കറണ്ട് ബില്ല് സെപ്പറേറ്റ് ആയിട്ടാണ് വരുന്നത്. ഒരു മാസം ഏകദേശം ഇപ്പം ചാർജ് കൂടിയിട്ടില്ല. ചാർജ് കൂടുന്നതിന് മുമ്പ് വരുന്നത് ഏകദേശം 1500 ആ റേഞ്ചിലേക്കാണ് ഇപ്പൊ വരുന്നത്. പിന്നെ വെള്ളം നമ്മൾ അറേഞ്ച് ചെയ്യണം അല്ലേ? ഈ സംവിധാനമൊക്കെയോ? ഇതെല്ലാം നമ്മള് ബിൽഡിങ്ങിന്റെ കൂടെയാണ്. ഇതിന്റെ മെഷീനറീസ് എല്ലാം നമ്മള് അവര് കോഴിക്കുഞ്ഞ്, ഫീഡ്, മെഡിസിൻ. പിന്നെ ഇത് നമ്മൾ കൊണ്ടുവരുമ്പോഴുള്ള ചകിരിച്ചോറോ കാപ്പിത്തോണ്ടോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ സ്വന്തം ചെയ്യണം. പിന്നെ അതെന്ന് വെച്ചാൽ അത് ഒരു പ്രാവശ്യം ഇറക്കുന്നതിന് നമുക്ക് ഒരു 4000 രൂപയോളം ചെലവാകുമെങ്കിൽ ഇവിടുത്തെ ലാസ്റ്റ് കോഴീനെ പിടിച്ചുകൊണ്ട് പോയിക്കുമ്പോൾ നമ്മളിത് കൂട് പിന്നെ വൃത്തിയാക്കുന്ന സമയത്ത് ഇത് നമ്മൾ വാഴയ്ക്കൊക്കെ ആയിട്ട് നമ്മള് നമ്മുടെ ആവശ്യത്തിന് എടുക്കും. പിന്നെ മറ്റുള്ളവർ ചോദിച്ചിട്ട് അവർക്കും കൊടുക്കും. അന്നേരം നമുക്ക് ആ പൈസ നമുക്ക് കിട്ടും. ഓരോ പ്രാവശ്യം ഓരോ ഇതിനെ പിടിച്ചോണ്ട് പോയി കഴിയുമ്പം ഇതെല്ലാം വാരി വൃത്തിയാക്കി പിന്നെ അണുനാശിനി ചെയ്ത് നമ്മളിത് വൃത്തിയാക്കി എല്ലാം ചെയ്തിട്ട് ഒരു ആഴ്ചയും കൂടെ കഴിഞ്ഞതിന് ശേഷമേ കൊണ്ടിടുള്ളൂ. കാരണം ഇവിടെ പിന്നെ മറ്റ് കീടാണുക്കളൊന്നും വരാതിരിക്കാൻ വേണ്ടി ഓരോ പ്രാവശ്യം അങ്ങനെ ചെയ്ത് വൃത്തിയാക്കി അങ്ങനെയല്ലേ? എല്ലാം മാറ്റണം എല്ലാ പ്രാവശ്യവും വാരി വൃത്തിയാക്കി പിന്നെ അണുനാശിനി അടിച്ച് പിന്നെ ഇതിന്റെ ഉള്ളില് കഴുകാനുള്ള വെള്ളം പായല് പിടിച്ചതൊക്കെ വൃത്തിയാക്കാനുള്ളതൊക്കെ ഉണ്ട്. അതെല്ലാം അവര് ലോഷൻ അവരെല്ലാം പറയുന്നതനുസരിച്ച് നമ്മള് ചെയ്ത് വൃത്തിയാക്കിയിട്ട് പിന്നെ അടുത്തത് ഉപ്പ് പുതിയത് കൊണ്ടുവരുള്ളൂ. ഒന്ന് പിടിച്ചു കഴിഞ്ഞ് പിന്നെ ഒരു 2-3 ആഴ്ച കഴിഞ്ഞിട്ട് അടുത്ത കൊണ്ടുവരും. എന്താണേലും 2 ആഴ്ച കഴിയും. 15-20 ദിവസത്തെ താമസമുണ്ട് അടുത്ത ബാച്ച് ഇറക്കാൻ വേണ്ടിട്ട്. ഇതിപ്പോ ഇവരെ എത്ര ദിവസം ആകുമ്പോഴേ കൊണ്ടുപോകുന്നേ? 35-40 കൊണ്ടുപോകും. 35 ശേഷം 40 മുമ്പ് 38-39 ദിവസം ആകുമ്പോഴത്തേനും വളർച്ചയായി ഏകദേശം ഒരു 2400 ഒക്കെ ആവറേജ്. അതിൽ മുകളിലേക്കുള്ള കോഴികൾ ഉണ്ടാകും. പക്ഷെ നമ്മൾ ആ മൊത്തത്തിൽ ആവറേജ് പറയുമ്പോൾ ഒരു 2400, 2.5, 2600 വരെയൊക്കെ. വെള്ളം എത്ര നേരം കൊടുക്കണ്ടേ? അപ്പൊ ഒരു ദിവസം 900 ലിറ്റർ വെള്ളം ഇപ്പൊ ഇവര് കുടിക്കുന്നുണ്ട്. ശരി. അപ്പൊ രാത്രി കിടക്കുന്നതിന് മുന്നേ നിങ്ങൾ വന്ന് കൊടുക്കുന്നേ? അല്ല, വൈകുന്നേരം ഈ സമയമാകുമ്പോ കൊടുക്കും. വൈകുന്നേരം ആകുമ്പോ കൊടുത്ത് എല്ലാം കഴിഞ്ഞിട്ട് പോകും. വെള്ളം നമ്മൾ കൊടുക്കണ്ട. ഫുഡ് ഇട്ട് കൊടുക്കും. വെള്ളം ഓട്ടോമാറ്റിക് ആയിട്ട് വന്നോളും. ഇതിലുള്ള ഇതാണ് നമ്മളിത് ഹൈറ്റ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്ന സാധനം അല്ലേ? ഇതിങ്ങനെ അതിനനുസരിച്ച് കൂട്ടും. കുഞ്ഞുങ്ങളാവുമ്പോൾ താത്തി കൊടുക്കും. കുറച്ച് വലുതാവുമ്പോ കുറച്ച് പൊക്കത്തിലാക്കി കൊടുക്കും അല്ലേ? ഇത് ഇപ്പൊ അവര് ആദ്യം ഇറക്കുമ്പോ 2000 കൃത്യമായിട്ട് എല്ലാ പ്രാവശ്യം ഇറക്കുന്നത്? ഭയങ്കര ചൂട് കൂടുള്ള സമയത്ത് 1750, 1800 ഒക്കെ ഇറക്കുള്ളൂ. കാരണം തണുപ്പുള്ള സമയത്ത് കുഴപ്പമില്ല. ചൂട് കൂടുന്ന സമയത്ത് ഇവർക്ക് ഒരുപാട് ചൂടായിട്ടില്ല പ്രശ്നം. അപ്പൊ അതനുസരിച്ച് ഇവർ എണ്ണം കുറയ്ക്കും. പിന്നെ നമ്മൾ 2000 ഇറക്കിയാലും അവരുടെ കണക്കനുസരിച്ച് ഒരു 100-100 മേലെ ഒക്കെ 5% ആണ് അവരുടെ കണക്കനുസരിച്ച് വരുന്നത്. ചിലപ്പം അതിനേക്കാൾ കൂടുതലായിരിക്കും. ഒരു 100, ചിലപ്പം 50-60 എണ്ണത്തിൽ നിൽക്കും. ചിലപ്പോൾ 100, 110, 130 വരെയൊക്കെ എന്താണേലും ഇറക്കുന്ന അത്രയും കിട്ടില്ല. കാരണം ഒരു ദിവസം പ്രായ കുഞ്ഞുങ്ങളാണ് കൊണ്ടുവരുന്നത്. അവരത് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അവര് പറയുന്നുണ്ട് അവരുടെ ഇതനുസരിച്ച് ഒരു ഇതുവരെയൊക്കെ ആയ അവർക്ക് കുഴപ്പമില്ല. പിന്നെ അതിന് മുകളിലേക്കൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഇത് കൊണ്ടുവന്ന് ഒരാഴ്ചക്കുള്ളിലാണ് കൂടുതലും ചാവുന്നത്. തീരെ കുഞ്ഞായിരിക്കുമ്പോഴാണ് ചാവുന്നത് കൂടുതൽ. അന്നേരം നമുക്ക് വലിയ നഷ്ടം വരുന്നില്ല. ഇത് വലുതായിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് അറ്റാക്ക് വരും. നിക്കുന്ന നിപ്പിൽ ഇവര് അതെന്തുകൊണ്ടാ? ഈ ഭക്ഷണം അധികം കഴിക്കുന്നുണ്ടാ?
ഭക്ഷണത്തിന്റെ അധികത്തിന്റെ കൊണ്ടാണോ എന്തോ ഇവർക്ക് വലിയ സൗണ്ട് പെട്ടെന്ന് വലിയ സൗണ്ട് കേട്ടാലൊക്കെ ഇവര് പെട്ടെന്ന് ഞെട്ടിപ്പോ മരിക്കും. അത് ശരി. അങ്ങനെയുള്ള പ്രശ്നമുണ്ട്. അപ്പൊ നമ്മൾ വലുതായിട്ട് മരിക്കുമ്പോൾ നമുക്ക് കൂടുതൽ, കാരണം കുഞ്ഞിലെ മരിക്കുകയാണെങ്കിൽ ചത്തു പോവാണെങ്കിൽ നമുക്ക് ആ ഫീഡിന്റെ അത്രയും വരുന്നില്ല. ഇതിപ്പം കഴിച്ച് വലുതായി ചത്തു പോകുന്ന പറയാം അത്രയും അവർ ഫീഡ് കഴിച്ചിട്ട് വരുമ്പോൾ നമുക്ക് അതനുസരിച്ചുള്ള നഷ്ടം വരും അല്ലേ. ഇത് പേടിയൊന്നുമില്ലല്ലേ ഇവർക്ക്? നമ്മളെ എങ്ങനെ എപ്പോഴും നമ്മൾ ഇതിനകത്തോട് പോയി അവർ കാണുന്നതല്ലേ. അതെ അതെ, ഇങ്ങനെ കൂട്ടം കൂടി എല്ലാരും അങ്ങനെ ഇരിക്കുന്നു അല്ലേ. സ്ത്രീയെ കുഞ്ഞാകുമ്പോ എല്ലാരും കൂടെ ഒട്ടി അടുങ്ങിയിരിക്കും. കുറച്ച് വലുതാകുന്നതനുസരിച്ച് ഇങ്ങനെ മാറി മാറിയിരിക്കും, ഓരോരോ കൂട്ടങ്ങളായിട്ടാണ് അല്ലേ. ഇപ്പം ഏകദേശം ഒരു നിരം തന്നെയാണ് ഇരിക്കുന്നത്. ഇത് ഇവര് വയറ് നിറഞ്ഞിട്ടായിരിക്കും ഇങ്ങോട്ട് മാറി മാറി ഇരിക്കുന്നത്. തീറ്റ ഇട്ട് കൊടുക്കുന്ന സമയത്ത് എല്ലാരും കൂടെ തീറ്റന്റെ ചുറ്റും ഇരിക്കും. അത് കഴിയുമ്പോ കഴിച്ച് വയറ് നിറഞ്ഞു കഴിയുമ്പോ ഇച്ചിരി ഒന്ന് മാറി മാറി ഇരിക്കുന്നു അല്ലേ. അതെ, നോക്ക് ഓരോരോ കൂട്ടങ്ങളായിട്ടിരിക്കുന്നു മാറി മാറിയൊക്കെ. അതിന്റെ ചുറ്റും നിന്ന് കഴിക്കുന്നുണ്ട്. അതെ അതെ, ഇതാ ഇവിടെ ചുറ്റും നിന്ന് കഴിക്കും. അതെ ഇവിടെയും കഴിക്കുന്നുണ്ട്. ഇവര് രണ്ടൊന്നും ഇവര് കുറച്ചുപേര് കഴിച്ച് മതിയായിട്ട് മാറിയിരിക്കും അല്ലെ. വിശ്രമമാണ് ഇപ്പൊ. വിശ്രമവേള. പിന്നെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഡെയിലി ഇളക്കണം. ഡെയിലി ഡെയിലി ഇളക്കി നമ്മള് ഇങ്ങനെ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ മേലെ ഭാഗത്ത് ഇവര് കാഷ്ടിച്ചിട്ട് വല്ലാണ്ടായിരിക്കും. അപ്പൊ ഇങ്ങനെ ഇളക്കി ഇടുവാണെങ്കിൽ ആ മേലെ ഉള്ള കാഷ്ടമൊക്കെ താഴേക്ക് പോകും. അപ്പൊ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും നല്ല വൃത്തിയായിട്ട് കിടക്കും. ഇതല്ലെങ്കിൽ മേലെ അടിഞ്ഞടിഞ്ഞടിഞ്ഞടിഞ്ഞ് കട്ടിയായിട്ടിരിക്കും, ഭയങ്കര സ്മെല്ലായിരിക്കും. അതുകൊണ്ട് ഡെയിലി രാവിലെ വന്ന് ഇളക്കിയിടണം. രാവിലെ ഒരു ഇളക്കിയിടലാണ് ഒരു മെയിനായിട്ട് പണിയുള്ളത്. രാവിലെ ഇളക്കിയിട്ട് തീറ്റയിട്ട് നമ്മൾ വെള്ളപ്പാത്രം എല്ലാ ദിവസവും കഴുകണം. കഴുകിയില്ലെങ്കിൽ ഇതുങ്ങളുടെ അവര് അതെല്ലാം വൃത്തികേടാക്കുന്നുണ്ട് വല്ലാണ്ട്. അപ്പൊ അതെല്ലാം കഴുകി വൃത്തിയാക്കി ഇളക്കി തീറ്റ ഇട്ട് കൊടുത്താല് നമ്മുടെ രാവിലത്തെ പണി കഴിഞ്ഞു അല്ലേ. ഡെയിലി അപ്പൊ ഇത് ഡെയിലി ഇളക്കണം, അല്ലെങ്കിൽ അത് പിന്നെ മണം വരും, വല്ലാണ്ട് സ്മെല്ലുണ്ടാവും. ഇത് വെള്ളം ഓട്ടോമാറ്റിക്കലി എല്ലാ ദിവസവും രാവിലെ കഴുകി കൊടുക്കണം. പാത്രം കഴുകി കൊടുക്കണം. അത് ശരി. അപ്പൊ അത്രയും കാര്യങ്ങളാണ് ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതല്ലേ. നമ്മളിപ്പോ എത്രയായി ഇവിടെ നടത്താൻ തുടങ്ങിയിട്ട്? നമ്മളിപ്പോ 6ാമത്തെ ബാച്ചായത്. 6ാമത്തെ ബാച്ച് അല്ലേ. അപ്പൊ ഒരു ബാച്ച് 35 to 40 days. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്കൊരു 2-3 ആഴ്ചത്തെ വ്യത്യാസം. പിന്നെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നല്ല മഴക്കാലത്ത് നമ്മൾ ചെയ്തില്ല, അതുകൊണ്ടാണ് ഇത്രയും ഒരു ഗ്യാപ്പ് വന്നത്. നല്ല മഴയുടെ സമയത്ത് നമുക്ക് ഫീഡൊക്കെ കൊണ്ടുവരുമ്പോ ഒരു ഇവരിപ്പോ എത്ര 28 ദിവസം? 10 ദിവസത്തിനുള്ളിൽ ഇവരെ കൊണ്ടുപോകും അല്ലേ. ക്രിസ്മസിന്റെ തിരക്കാവുമ്പത്തേനല്ലേ. പിന്നെ വീണ്ടും വരുന്നത് കുഞ്ഞുമക്കളാണ് ഇനി വരാൻ പോണതല്ലേ. ഒരു ദിവസം പ്രായമായ കുഞ്ഞുങ്ങൾ വരും. അതെ അതെ, അന്നേരമാണ് നമുക്ക് കുറച്ച് ആ സമയത്ത് കുറച്ച് പണിയുള്ളൂ. അത് കഴിഞ്ഞ് കുറച്ച് പേരേക്ക് നമുക്ക് അവരൊരു 10 ദിവസം ആകുന്നിടം വരെ വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളമൊക്കെ നമ്മൾ വേറെ പാത്രത്തിൽ എടുത്തിട്ട് കൊടുക്കുക ചെയ്യുന്നത്. അന്നേരം ഇതിനകത്ത് വരാനായില്ല. ചെറിയ പാത്രമുണ്ട്, അപ്പൊ അതിനകത്ത് നിറച്ച് ഇവർ 10 ദിവസം കഴിഞ്ഞാലാണ് ഇത് വെക്കുള്ളൂ. 10 ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നേരം ഒരു 15 ദിവസത്തോളം നമ്മൾ വെക്കുന്നുണ്ട്. കാരണം അന്നേരം തീറ്റ കൂട് പകുതിയല്ലേ ആക്കുന്നുള്ളൂ. അപ്പം വെള്ളപാത്രത്തിൽ എണ്ണ കുറവല്ലേ. അപ്പൊ നമ്മൾ അതും വെക്കും, ഇത് ഇറക്കാൻ പറ്റുന്ന അത്രയും താഴ്ത്തും. എന്നിട്ട് ഇങ്ങനെ ആഡ് ചെയ്ത് വരുവായിരുന്നു. കൂട്ടി വരുവാണ് ചെയ്യുന്നത്. ആദ്യമേ കുറച്ച് ഭാഗം, അത് കഴിഞ്ഞ് കുറച്ച് ഭാഗം, അങ്ങനെ കൂട്ടിയാണ് 15 ദിവസം ആകുമ്പോഴത്തേക്ക് നമ്മൾ ഫുള്ളാക്കും. നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. നീ പോകാല്ലേ ഷാനി? ഇന്നത്തെ പണി കഴിഞ്ഞില്ലേ? തീറ്റയും കൊടുത്തു കഴിഞ്ഞല്ലേ? ഇന്നത്തെ പരിപാടി എല്ലാം കഴിഞ്ഞു. നമ്മള് വീട്ടിലേക്ക് പോവാണേ. പിന്നെ ഇതാണ് നമ്മള് കുഞ്ഞായിരിക്കുമ്പോ നമ്മള് റൗണ്ടില് വെക്കുന്ന സിങ്ക്. ഇതിനുള്ളിലാണ് കോഴിക്കുഞ്ഞിനെ നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഇതിങ്ങനെ റൗണ്ടില് ഇതാണ് വട്ടം കൂട്ടി വരുന്നത്. അപ്പൊ ഒരു ഷീറ്റിൽ തികയാത്തപ്പോ നമ്മള് അടുത്ത ഷീറ്റും കൂടെ വെച്ച് പിന്നെ 4-5 ദിവസം ആകുമ്പോ തൊട്ട് സ്ക്വയർ ആകുമ്പോ നമുക്ക് ഇത്ര ഇതിന്റെ ആവശ്യമില്ല. നേരെ ഒറ്റ സ്ക്വയർ മാത്രമേ, മറ്റേത് റൗണ്ട് ചുറ്റോടും വരുന്നുണ്ടല്ലോ, അത് മാറ്റിയിട്ട് ഇത് മാത്രം മതി. ഏകദേശം കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിന്റെ അകത്ത് ഉൾക്കൊള്ളിച്ചെന്ന് തോന്നുന്നല്ലേ. ഷാനി നല്ല അടിപൊളിയായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. ഇതിന് കോഴിനെ നോക്കുന്നയാള് അഭിയാണ്. പക്ഷെ ഇന്ന് അഭി താഴേക്ക് പോയതുകൊണ്ട് ഞാൻ ഇതിന്റെ ഡേറ്റ് എടുത്തിരിക്കുന്നു. അതെ, അഭി രക്ഷപ്പെട്ടു. നമ്മൾ വീഡിയോ എടുക്കുവായോണ്ട് അഭിക്ക് ഒരു മടി ആയതുകൊണ്ട് അഭി പോയി. അല്ലെങ്കിൽ അഭിയാണ് എല്ലാം ചെയ്യുന്നത്. അഭി ഷാനിയും കൂടെ രണ്ടുപേരും കൂടെയാണ് എല്ലാം ചെയ്യുന്നത്.